കഴിഞ്ഞ ദിവസമാണ് കെ മുരളീധരൻ ജെ പി നദ്ദയെ കണ്ടിട്ട് എയിംസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അഭിപ്രായം ചോദിക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമാന്തരമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായി മാറ്റാൻ തീരുമാനിക്കുകയും അതിന് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന പേരിടുകയും അങ്ങനെ വളരെ ദ്രുതഗതിയിൽ ചടുലമായി ഒരു മാസത്തിനുള്ളിൽ തന്നെ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കി കെ മുരളീധരൻ്റെ പടയോട്ടം നടക്കുകയാണ്. അതിനിടയിലാണ് എയിംസ് ആവശ്യപ്പെട്ടുകൊണ്ട് 10 സ്ഥലത്തേക്കുള്ള 5 ജില്ലകളിലായി 10 സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചു. അതിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയിംസ് വരും. എയിംസിന് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള കാട്ടാക്കട ഭാഗത്താണ് തിരുവനന്തപുരം ജില്ലയിൽ എയിംസ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേന്ദ്ര BJP ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് എയിംസ് കൊടുക്കാനാണ്. അങ്ങനെയാണ് BJPയുടെ ശുപാർശ. ഇനി ആ ശുപാർശ കേന്ദ്ര ഗവൺമെൻറ് മാറ്റുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ BJP എടുത്തിരിക്കുന്ന ശുപാർശ തിരുവനന്തപുരത്ത് എയിംസ് കൊടുക്കണം. അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. എന്താണ് പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ, കപ്പലിൻ്റെ നിർമ്മാണശാലയും ഈ എയിംസും കോർപ്പറേഷൻ്റെ ഭരണവും 3 MLA-മാരും ഒക്കെ ഉൾപ്പെടെ തെക്കൻ കേരളത്തെ ഹബ്ബാക്കി തിരുവനന്തപുരത്തെ മാറ്റുക. അങ്ങനെ തിരുവനന്തപുരത്തിനെ BJPയുടെ ഒരു ഹബ്ബാക്കി മാറ്റാൻ പറ്റിയാൽ സ്വാഭാവികമായും അത് വലിയ ചലനമുണ്ടാക്കും. കാട്ടാക്കടയിൽ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 29-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട ഉൾപ്പെടെയുള്ള പ്രദേശം എയിംസിൻ്റെ പേരിൽ വോട്ട് പിടിക്കുക എന്നുള്ള വലിയൊരു ചർച്ചയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2 MP-മാരെയും ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ BJPയുടെ അജണ്ട. തിരുവനന്തപുരം MP-യും അതുപോലെ തന്നെ ആറ്റിങ്ങൽ MP-യും രണ്ടും ഇപ്പോൾ കോൺഗ്രസ്സാണ്. ഒന്ന് അടൂർ പ്രകാശ് ആറ്റിങ്ങലും അതുപോലെ തന്നെ ശശി തരൂർ തിരുവനന്തപുരം. അതിൽ ശശി തരൂർ ജയിച്ചത് കേവലം 18,000 വോട്ടിനാണ്. 6,000 വോട്ട് 6,500 വോട്ട് മറിക്കാൻ ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ MP ആകുമായിരുന്നു, മന്ത്രിയുമാകുമായിരുന്നു. എന്തായാലും ആയില്ല. അദ്ദേഹം ഇവിടെ MLA ആയി, നേമത്തെ MLA ആയി. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ പിടിക്കാനുള്ള വലിയ സ്ട്രാറ്റജിയാണ് BJP ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ സ്ട്രാറ്റജിയിൽ അവർ എടുത്തിരിക്കുന്നൊരു നിലപാടാണ് എയിംസ് തിരുവനന്തപുരത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ടെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എയിംസ് വരാനാണ് BJPക്ക് താല്പര്യം, സംഘപരിവാറിൻ്റെ താല്പര്യം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്ക് സമീപത്ത് എയിംസ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ എയിംസ് വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയ്ക്ക് വേണ്ടി സ്പെഷ്യൽ റോഡും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും കാട്ടാക്കട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറ്റാൻ സാധ്യത കാണുന്നു. അതാണിപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് നിൽക്കുന്ന രംഗം. അതിനിടയിൽ സന്ദീപ് വാര്യരുടെ തൃക്കരിപ്പൂർ വരെ ഉണ്ട് ലിസ്റ്റിൽ. ആലപ്പുഴയുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, തൃക്കരിപ്പൂർ, കാസർഗോഡ് തൃക്കരിപ്പൂരുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത്രയും സ്ഥലങ്ങളുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എയിംസ് വരും കേട്ടോ. അത് പക്ഷേ തിരുവനന്തപുരത്താണ്. ഇതാണ് BJPയുടെ രാഷ്ട്രീയ തീരുമാനം. അത് തീർച്ചയായും തിരുവനന്തപുരത്ത് വരിക തന്നെ ചെയ്യും. അതാണ് സാധ്യത. ഇനി BJPയുടെ ഈ തീരുമാനത്തെ മറിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള സംഘം, കാരണം ഇതൊരു പഠന സംഘം വന്ന് പഠനം നടത്തുന്ന ഒരു വിഷയം കൂടെയാണ്, അവർ വന്ന് സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർ ഇനി ഏതെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഈ കമ്മിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ പറയുന്ന മാത്രം സംഭവിക്കണമെന്നില്ല. അക്കാഡമിക് കാര്യങ്ങൾ സംഭവിക്കാം, പ്രൊഫഷണൽ കാര്യങ്ങൾ സംഭവിക്കാം. വരുന്ന കമ്മിറ്റി ചിലപ്പോൾ തിരുവനന്തപുരത്തിനേക്കാൾ നല്ലത് കോഴിക്കോടാണ്, അല്ലെങ്കിൽ തൃശ്ശൂരാണ്, അല്ലെങ്കിൽ ആലപ്പുഴയാണ്, അതല്ലെങ്കിൽ തൃക്കരിപ്പൂരാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വഴി മാറാൻ സാധ്യതയുണ്ട്. പറഞ്ഞില്ലെങ്കിൽ പൊളിറ്റിക്കലി ഡിസൈഡഡ് ആയിട്ടുള്ള സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് എയിംസ് വരും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് വലിയ സൗകര്യമായിരിക്കും തലസ്ഥാന നഗരിയിൽ ആരോഗ്യരംഗത്തുണ്ടാകാൻ പോകുന്നത്. അത് തീർച്ചയായും കേരളത്തിന് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. അപ്പോൾ തിരുവനന്തപുരത്ത് എയിംസ് വരാനാണ് BJPയുടെ തീരുമാനം. അതിൽ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമുണ്ട്. തിരുവനന്തപുരം ജില്ലയെയും ആറ്റിങ്ങൽ മണ്ഡലത്തെയും പിടിക്കുക എന്ന് പറയുന്ന 2 സീറ്റ് പിടിക്കുക എന്നുള്ളൊരു ചർച്ചയുണ്ട്. കാരണം അങ്ങനെ എയിംസ് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് അതിന് സാധ്യതയുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം തെക്കൻ ജില്ലകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ വലിയ മാറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം വടക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അതുകൊണ്ട് മലബാറിനെ വലുതായിട്ട് പിടിക്കേണ്ട. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് കേരള കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ ഗ്രൂപ്പും. അതുകൊണ്ട് മധ്യ കേരളത്തെയും പിടിക്കേണ്ട. തെക്കൻ കേരളത്തെ നന്നായി കൈകാര്യം ചെയ്തുകൊണ്ട്
ഒരു മധ്യ കേരളവും വടക്കൻ കേരളവും പിടിക്കാം, തെക്കൻ കേരളത്തിലെ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ BJP വച്ചിരിക്കുന്ന തന്ത്രം. ആ തന്ത്രത്തിനകത്തുള്ള ഏറ്റവും വലിയ മഹാതന്ത്രമാണ്, ഒരു സ്ട്രാറ്റജിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് എയിംസ് തിരുവനന്തപുരത്ത് കൊണ്ടുവരിക. ഇത് BJPയുടെ ബുദ്ധിയാണ്. ഈ ബുദ്ധി കേന്ദ്രത്തിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ, അത് JB നദ്ദയുടെയും ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഒരു വലിയ സംവിധാനത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഇത് കയറി വരുമോ അതോ ഇത് വീണ്ടും മറ്റേതെങ്കിലും ജില്ലയിൽ പോകുമോ എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ല. എന്തായാലും ഈ ക്യൂവിൽ ഏറ്റവും ഫ്രണ്ടിൽ തിരുവനന്തപുരം എത്തിയത് ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എയിംസ് വരുന്നത് തിരുവനന്തപുരത്തായിരിക്കുമെന്ന് നമുക്ക് നിഗമനത്തിൽ എത്താൻ കഴിയും.